കർത്താവിൻ്റെ പുനരുനാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ രാത്രിയിലും നിങ്ങളുടെ അരികിൽ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ സാവകാശത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയവർക്കും പ്രത്യേക കർത്തൃപ്രത്യൻ ദൈവദാസന്മാരെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് വളരെ നന്നായി എല്ലാ കാര്യവും ചെയ്യുന്നു. സ്തോത്രം. വളരെ സന്തോഷത്തോടെ കർത്താവിനൊരു നല്ല ഹല്ലേലൂയ പറയാം. സ്തോത്രം. പുറകിലിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് കയറിയിരിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഉപകാരമായിരിക്കും. ദയവായി മുമ്പോട്ട് കയറിയിരുന്നാൽ നല്ലതായിരിക്കും. ഒത്തിരി അകലത്തിരിക്കരുത്. ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ഇടയ്ക്ക് ഒത്തിരി ഗ്യാപ്പൊക്കെ ഇട്ടിരുന്ന ആ സ്ഥാനത്ത് വേറെ ഒരാൾ കയറിയിരിക്കും. അതുകൊണ്ട് എല്ലാവരും അടുത്തടുത്തിരിക്കണം. കല്ല് ചേർന്നിരുന്നാലേ വീടിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ദയവായി മുമ്പോട്ട് കടന്നു വന്നിരുന്നാലും ഇന്ന് രാത്രി കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു തമിഴ് പാട്ട് നിങ്ങൾക്കറിയാവുന്ന പാട്ടാണ്. തിരുപ്പാദം നമ്പി വന്നേൻ കിരുബൈ നിറയേശുവേ. അതിനൊരു വരി ഇങ്ങനെയാ. അത് പാടാനുള്ള കാരണം ഈ വർഷത്തെ വാഗ്ദത്ത വചനം അറിയാവുന്നവരെന്ന് പറഞ്ഞ 2025 വാഗ്ദത്ത വചനം. എന്നെ നോക്കി കൂപ്പിട് അപ്പോഴത് நான் உங்களுக்கு அவ்வளவு மட்டும். அதுக்கப்புறம் ഉനക്കറിയാത്തതും എറ്റാത്തതുമായ പെരിയ കാര്യങ്ങളെ. പ്രൈസ് ദി ലോർഡ്. என்னை நோக்கி கூப்பிடுமென்றீர் இன்னல் துன்ப நேரத்திலும் என்னை நோக்கி கூப்பிடுமென்றீர் இன்னல் துன்ப நேரத்திலும் கருத்தாய் விசாரித்து என்றும் കനിവോടെന്നെ നോക്കിയിടുമേ. കരുത്താ വിസാരിച്ചു എന്നും കനിവോ എന്നെ നോക്കി. എല്ലാവരും ചേർന്ന തിരുപാദം നമ്പി വന്നേ കിരുബൈ നിറയേശുവേ. കണ്ടടൈந்தே தேவா സമൂഹത്തിലെ കമരണ്ട് കണ്ടടൈந்தே தேவா സമൂഹത്തിലെ മനമാര മാന്തന്നിരല്ല മനവേണ്ടുതൽ കേട്ടിടും. മനമാര മാന്തന്നിരല്ല മനവേണ്ടുതൽ കേട്ടിടും. തിരുപാദം നമ്പി വന്നേ കിരുബൈ നിറയേശുവേ. തമരങ്ങை കണ്ടടൈந்தே தேவா സമൂഹത്തിലെ തമരങ്ങை കണ്ടടൈந்தே தேவா உமது சமூகத்திலே தேவா என்னை கைவிடாதிருந்தாரா. என்னை கைவிடாதிருந்தாரா. என்னை நிந்த
അനേവരും ചേർന്ന് പാടും. ഓ ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അങ്ങയുടെ പാദത്തിലേക്ക് വരികയാണപ്പാ. അങ്ങ് വിശ്വസിച്ചോടെ ഞങ്ങൾ വരികയാണ്. അങ്ങയുടെ പാദത്തിൽ ഞങ്ങൾ വരും. ഓ ഹല്ലേലൂയ. ദേവാ സമൂഹത്തിലെ ശാന്തമായൊരു നിമിഷം തിരുപാദം നമ്പി വന്നേ കിരുബൈ നിറേ യേശുവേ തമദൻപ് കണ്ടടൈந்தே ദേവാ സമൂഹത്തിലെ ദേവാൻപേ പാർത്തേ ദൈവത്തിന്റെ സ്നേഹത്തെ കണ്ടവര് ഒരിക്കൽ ഒരു നിമിഷം ഒന്ന് ചേർന്ന് പാടാമോ? താമദൻപ് കണ്ടടൈந்தே ദേവാ സമൂഹത്തിലെ താമദൻപ് അനേവരും ചേർന്ന് ദേവാ സമൂഹത്തിലെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ഇന്ന് രാത്രി കാണുന്നു. അങ്ങയുടെ സ്നേഹം ഇതുവരെ ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം ഇന്ന് രാത്രി കഥാവ് വെളിപ്പെടുത്തും. ഞങ്ങൾക്കറിയാത്തതും ഞങ്ങൾക്ക് മനസ്സിലാകാത്തതുമായ വലിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഞങ്ങളിവിടെ കടന്നു വന്നത് വെറുതെയല്ല, ദൈവത്തിൻ്റെ തീരുമാനം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 118ാമത് രാത്രിയിൽ ദൈവിക ചലനം സമസ്ത മേഖലകളും വെളിപ്പെടുകയാൽ സ്തോത്രം. ക്രൂശൻ മറവിലടിനെ മറച്ചു നിർത്തി പരിശുദ്ധാത്മാവ് സംസാരിക്കും. ജനത്തെ ഒരുക്കത്തോടിരുത്തും. വചന ശുശ്രൂഷ അവസാനിക്കുന്നവരെ ശത്രു ഒരുക്കാൻ സാധ്യതയുള്ള സകല മേഖലകളെയും സ്വർഗം തച്ചുടയ്ക്കും. ദൈവം വിശ്വസ്തനാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന കർത്താവ് ഇന്ന് രാത്രി ഇതിന്റെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ കർത്താവിന്റെ സ്ഥലം നമുക്ക് ഒരുമിച്ച് കടന്നുകൊണ്ടേ തീർന്നല്ലോ. നാളിതുവരെയും കർത്താവ് നമ്മെ നടത്തി. 118 ദിവസം ഉപവസിക്കുക എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമല്ല. ദൈവം ഇത്രത്തോളം ബലപ്പെടുന്നു. സഭ ഒരുമിച്ച് അതിന് കാണിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ. ഇന്ന് രാത്രി ആര് വന്നില്ലെങ്കിലും സ്വർഗം ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി യേശു ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ
പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. യേശു എവിടെയൊക്കെ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവചന ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു വാക്യം കൊണ്ടുവരികയാണ്. മറന്നു പോകരുത്. വാഗ്ദത്ത വചനം ഇന്ന് രാത്രി വെളിപ്പെടണം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 4-ാമത്തെ വാക്യം. രാവിലെ നമ്മൾ ചിന്തിച്ചത് ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാണ്. ഇന്ന് രാത്രിയിലും അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു വിഷയത്തിലേക്ക് സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 4-ാമത്തെ വാക്യം. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക. പ്രൈസ് അല്ലാഹ്. പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്ന ഒന്നും രഹസ്യത്തിൽ ചെയ്തില്ല. സ്തോത്രം. അപ്പൊ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? രഹസ്യത്തിൽ ഒരു കാര്യവും ചെയ്യത്തില്ല. സ്തോത്രം. പക്ഷെ നമ്മൾ രഹസ്യത്തിൽ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തുവാ? എന്ത് കാര്യം ചെയ്താലും കൊടുക്കുന്നത് വലങ്കൈ, ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. പ്രാർത്ഥിക്കുന്നത് നീയോ പ്രാർത്ഥിക്കുമ്പോ കഥ പടച്ച് എന്ത് ചെയ്യണം? ഒരു മുറിക്കകത്ത് കയറി പ്രാർത്ഥിക്കാവുള്ളൂ, പുറത്താരും അറിയരുത്. നിങ്ങള് ഇനി ഉപവസിക്കുകയാണേ മറ്റുള്ളവർ കാണുമ്പോ അയ്യോ ഉപവാസമാണോന്ന് ചോദിക്കരുത്, അങ്ങനെ ക്ഷീണിച്ചിരിക്കരുതെന്ന്. സ്തോത്രം. ഹലോ. മത്തായി സുവിശേഷം 6-ാം അധ്യായം ഇനി പറഞ്ഞു വരുന്നത് കൊടുക്കുന്നത് ആരും അറിയരുത്, പ്രാർത്ഥിച്ചാൽ ആരും അറിയരുത്, പിന്നെ ഉപവസിച്ചാലും ആരും അറിയരുത്. ഇത് ഇങ്ങനെ ചെയ്യുന്ന ആരാ പറഞ്ഞത്? കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രിമാരും ഇത് ചെയ്യുന്ന, എല്ലാരും കാണത്തക്ക വിധത്തിൽ. അപ്പൊ നമ്മുടെ ഭക്തി കപടമാണോ എന്നറിയാൻ ഇതെല്ലാം പ്രസിദ്ധമായിട്ട് ചെയ്യുമ്പോൾ മതി. പ്രൈസ് ദി ലോർഡ്. ആരും അറിഞ്ഞില്ലേലും സ്വർഗത്തിലെ തമ്പുരാൻ അറിയുന്ന വിധത്തിൽ നാം പ്രാർത്ഥിക്കണം. കൊടുത്താൽ തമ്പുരാൻ അറിയണം. കർത്താവ് പറഞ്ഞൊരു പറഞ്ഞതിനകത്തൊരു കാര്യം പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ചെയ്താൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പരസ്യമായി പ്രതിഫലം നൽകും. രഹസ്യത്തെ ചെയ്യുന്നവർ പരസ്യമായി കൊടുക്കുമെന്നാ പറഞ്ഞത്. സ്തോത്രം. ഇന്ന് രാത്രി ആരെങ്കിലും രഹസ്യമായി ദൈവസന്നിധിയിൽ ദൈവത്തോട് ചെയ്യാൻ, ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പരസ്യമായി അതിനുള്ള മറുപടി തരുമെന്ന തിരുവചനം പറയുന്നത്. രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം വേർതിരിച്ച ദൈവം അതിന് മറുപടി പരസ്യമായി തരും. പ്രാർത്ഥനാ വിഷയം ഒരുപക്ഷെ അറിയത്തില്ല. ഇതിന്റെ ഇടയ്ക്കൂടെ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. സിംഹത്തിന്റെ ഗുഹയിൽ വീഴുന്നതിന് മുമ്പ് ദാനിയേല് പ്രാർത്ഥിക്കാൻ വേണ്ടി അറയിൽ കടന്നു. അവിടെ ഇങ്ങനെ പറയുന്നത്, ദാനിയേലിനെതിരെ രേഖ വിരോധമായി എഴുതി. സ്തോത്രം. അങ്ങനെ വാക്യം പറഞ്ഞു പറഞ്ഞു. ദാനിയേല് മുൻപ് ചെയ്തിരുന്ന പോലെ. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കി, നമ്മളാണെങ്കിൽ രേഖ എഴുതാൻ തുടങ്ങുമ്പോൾ ഇവിടെ ചങ്കത്തടിയും നിലവിളിയും നടത്തും. സ്തോത്രം. പക്ഷെ ദിവസവും ചെയ്തു വന്ന കാര്യമാ. യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടു. എന്തിനാ യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട്? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? അവിടെ വിഷയം. എനിക്ക് എഴുതിയായിരുന്നു രേഖകൾ മാറണമെന്ന് പറയാൻ നല്ല ദൈവസന്നിധി ഇരുന്നത്. യെരുശലേമാണ് എന്റെ പ്രതീക്ഷ, അവിടെ ഞാൻ മടങ്ങി ചെല്ലും. അവൻ അതിനൊരു മടങ്ങി വരവുണ്ട്. സ്തോത്രം. തെളിവ് എവിടെയാ? 9-ാം അധ്യായത്തിൽ താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ ഒരു ദർശനം പ്രവചന പുസ്തകത്തിൽ കിടക്കുന്നു. യിരെമ്യാവ് പറഞ്ഞിട്ടുണ്ട്, 70 ആണ്ട് കഴിയുമ്പോൾ ഇസ്രായേൽ ജനം മടങ്ങി തങ്ങളുടെ ദേശത്ത് ചെല്ലും. ഈ ദർശനം അവന്റെ ഉള്ളിൽ കിടക്കുന്നുകൊണ്ട് അവൻ ദൈവസന്നിധി മുഴങ്കാൽ മടക്കി, കർത്താവേ എനിക്കത് എഴുതിയ രേഖ പ്രശ്നമുള്ള കാര്യമല്ല, അവരത് എഴുതി വെച്ചോട്ടെ, പക്ഷെ എനിക്കൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ മടങ്ങിപ്പോകാനുള്ളവനാ. ഇന്ന് രാത്രി മടങ്ങിപ്പോകാനുള്ളവന്റെ നേരെ രേഖ എഴുതിയ ആ രേഖ അവിടെ കിടക്കുകയുള്ളൂ. സ്വർഗം തീരുമാനിക്കും അവന്റെ മേലുള്ള വിളി എന്തെന്ന്. പ്രൈസ് ദി ലോർഡ്. രേഖ എഴുതാനുള്ള കാര്യം എല്ലാരേക്കാളും ശ്രേഷ്ഠനാണ് ദാനിയേല്. അവൻ ചെയ്യുന്നൊക്കെയും
സാധിക്കും. അങ്ങനെയല്ലേ പറയാം. 1-ാം സങ്കീർത്തനത്തിന്റെ 1ഉം 2ഉം വാക്യമൊക്കെ നമുക്കറിയാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിക്കാതെ. ഇത് നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു പോകും. അടുത്ത ഭാഗം നമ്മൾ ശ്രദ്ധിക്കത്തില്ല. വചനം യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. സന്തോഷിക്കുന്നതിനെ കണ്ടാ അറിയാം. എത്ര പ്രസംഗിച്ചാലും എത്ര കേട്ടാലും മതി വരത്തില്ല. മടുപ്പ് തോന്നുന്ന സന്തോഷം പോയെന്ന് അതിൻ്റെ അർത്ഥം. അന്നേരം പ്രശ്നം എന്നാ, ഈ കൊച്ചു പിള്ളേരെ മരുന്ന് കഴിപ്പിക്കുന്നത് എങ്ങനെയാ? മരുന്ന് കഴിക്കത്തില്ല. പിള്ളേരെ എങ്ങനെ മരുന്ന് കഴിപ്പിക്കുന്ന? മൂക്കും വായൊക്കെ മരുന്ന് കഴിച്ച് മൂക്കും വായും അങ്ങ് പൊത്തിപ്പിടിക്കും. അന്നേരം ഇപ്പൊ പാസ്റ്റർമാരെല്ലാം ചെയ്യുന്ന പരിപാടി എന്നാ? ഈ പരിപാടിയാ. മൂക്കും വായും പൊത്തിപ്പിടിച്ച് അസുഖം മാറുകയും വേണം. അത് ഈ പൊതിഞ്ഞ് പറയുന്നത്. സോപ്പിട്ട് പറയാന്ന് പറയത്തില്ലേ? സ്വോത്രം. ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞു പോയേനെ. ഞങ്ങളുടെ കേരളത്തിലൊന്നും ഇതുപോലെ പറ്റൂല. പാസ്റ്റർമാരിങ്ങനെയൊക്കെ ചെയ്ത് ചിലപ്പോൾ പാസ്റ്റർമാരെ സ്ഥലം മാറ്റും. അതാ വിഷയം. പക്ഷേ ഒന്നോർത്ത്, നീതിമാൻ അടിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണയാ. സ്തോത്രം, സ്തോത്രം. അപ്പൻ ശാസിക്കാത്ത മകൻ ഒരിടത്തുമില്ല. ദൈവവും താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു പറഞ്ഞ. സ്നേഹമുള്ളിടത്തെ ശാസന ഉണ്ടാകൂ. സ്നേഹമില്ലെങ്കിൽ എങ്ങനെയും പൊക്കോട്ടെന്ന്. സ്തോത്രം. അകത്ത് സ്നേഹം വെളിപ്പെട്ടു വരുന്നത്. പഴയ കാലത്തെ പിതാക്കന്മാരെ ശ്രദ്ധിച്ചാൽ മതി. നല്ല 1-ാം തരം കയറി. പിതാക്കന്മാരെ പേടിയാ. അമ്മയെ ഇടയ്ക്ക് വെച്ചിട്ടാ സംസാരിക്കുള്ളൂ മക്കള്. കാരണം എന്നാ അറിയോ? നേരിട്ട് പോയി ഇടപെടാൻ. പക്ഷേ അകത്ത് സ്നേഹമുള്ള മനുഷ്യനാണ്. സ്തോത്രം. നമ്മുടെ അപ്പനും ഏറ്റവും വലിയ സ്നേഹമുണ്ട്. അതുകൊണ്ട് ചില സമയത്തൊക്കെ നല്ല തല്ലൊക്കെ ഇടയ്ക്ക് തരുന്നത്. അവൻ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്ന അങ്ങനെയാ. സ്തോത്രം. തിരിച്ചു വരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച വിഷയം എന്നാ? പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യത്തിലൊന്നും ചെയ്യത്തില്ല. പക്ഷെ വേദപുസ്തക പ്രമാണം രഹസ്യത്തിൽ ചെയ്യുക, ദൈവം നിന്നെ പ്രസിദ്ധനാക്കും. സ്തോത്രം. ദാനിയേൽ രഹസ്യത്തിൽ ചെയ്തൊരു പ്രാർത്ഥന, ദിവസവും ചെയ്യുന്നൊരു കാര്യം. എല്ലാ ദിവസവും താൻ പ്രാർത്ഥിക്കും. ദിവസവും 3 നേരം പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? എനിക്കൊരു മടങ്ങിപ്പോക്കുണ്ട്. എന്റെ വാഗ്ദത്ത ദേശം ഇതല്ല. ഇവിടെ ഞാൻ എത്ര കിടന്നാലും, ഇവിടെ എങ്ങനെയൊക്കെ ആയിരുന്നാലും എനിക്കൊരു മടങ്ങിപ്പോക്ക്. എന്റെ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന സ്ഥലം, അവൻ എനിക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ആലയമുള്ള സ്ഥലം, അവിടെയാണ് എന്റെ വാസം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ക്രിസ്തീയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വരട്ടെ. ഇവിടെ എന്തൊക്കെ ഞാൻ നേടിവെച്ചാലും അതെനിക്ക് ഇവിടം കൊണ്ട് നഷ്ടപ്പെടും. അതിനപ്പുറം പരലോകത്തിൽ ചെല്ലുമ്പോ എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ, അവനെ ഉള്ളതുപോലെ കാണുന്നതാണ് എന്റെ പ്രത്യാശ എന്ന് തിരിച്ചറിയുന്നിടത്ത് ഒരു വിടുതൽ. തിരിച്ചു വരട്ടെ. ഇപ്പൊ നമ്മുടെ ദർശനം എവിടെ ചെല്ലണം? അപ്പന്റെ മുഖത്തെ കണ്ടാൽ പുറകോട്ടോടത്തില്ല, മുമ്പോട്ടോടും. സ്തോത്രം. പറഞ്ഞ വാക്യം ഒന്ന് പറഞ്ഞ് തിരിച്ചു വരാം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച അവന്റെ ന്യായപ്രമാണത്തെ, സ്തോത്രം, സന്തോഷിക്കാൻ തുടങ്ങിയ പിന്നെ ഇത് വിട്ടുമാറത്തില്ല. സ്തോത്രം. സന്തോഷിക്കുന്നുണ്ടോ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? സ്തോത്രം. ഉണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. അവയെ ചെയ്യുന്നവൻ അവയാൽ ജീവിക്കും. അപ്പൊ ജീവൻ വ്യാപരിക്കണമെങ്കിൽ വചനം അകത്ത് കയറണം. ജീവനുള്ളവനാകണമെങ്കിൽ വചനം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വരുമ്പോ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും അല്ലെ? ഒരു വാക്യം എങ്ങനെ പറയുന്നു? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. അവനുമായിട്ടാണ് നിങ്ങൾക്ക് കാര്യമുള്ളത്. അപ്പൊ നോക്കിയ വചനത്തെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാം, അവനുമായിട്ടാണ് നമുക്കുള്ള കാര്യം. ആരുമായിട്ട്? വചനം ആരാണോ അവനുമായിട്ട്.
ഇന്ന് രാത്രി അപ്പോൾ വചനം ദൈവത്തിന്റെ വചനം അകത്തു പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ എന്നിൽ നടക്കുന്ന വിഷയം, ഞാൻ ജീവനുള്ളവനാകുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ ക്രിസ്തു പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ജീവനുള്ളവനാകുകയാ, മരണം വിട്ടു ജീവനിലേക്ക് കടക്കുന്നവനാകുകയാ. സ്തോത്രം. രാവിലെ ഞാൻ പറഞ്ഞു തീർന്നു, അവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, ഞങ്ങൾക്കോ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന. എന്താ അതിന്റെ വിഷയം? അവൻ മരണത്തിലേക്ക് പോകുന്നവൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു പോകുമ്പോ, ക്രിസ്തുവിന് രക്ഷ തള്ളിക്കളഞ്ഞു പോകുമ്പോ, ജീവനിലേക്ക് പോകുന്നവൻ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കും. ഒന്നുകൂടെ പറയാം, ഹാനോക്കിനെ നമുക്കറിയാം. ഹാനോക്കിനെ കേട്ടിട്ടില്ലേ? പഴയ നിയമത്തിലെ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പ്രവാചകനാണെന്ന് യൂദാ പറഞ്ഞു. ഹാനോക്ക് പറഞ്ഞില്ല പ്രവാചകനാന്ന്. വർഷങ്ങൾക്കപ്പുറം യൂദാ ലേഖനം ഹാനോക്കും പ്രവചിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. യൂദായുടെ ലേഖനത്തിൽ കിടപ്പുണ്ട്. ഈ ഹാനോക്കിനെ കുറിച്ച് വേദം, ഹാനോക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു, മക്കളെയൊക്കെ ഉണ്ടായി, എല്ലാം ശരിയാ. പക്ഷെ അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പൊ ദൈവം എടുക്കണമെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കണം. ദൈവം എടുക്കണമെങ്കിൽ ദൈവത്തോട്, അതിനിപ്പോ എങ്ങനെ എടുക്കണമെങ്കിലാലും ഈ ഭൂമിയിലാണെങ്കിലും, അയ്യോ പേടിച്ചു പോയി, മരണത്തെക്കുറിച്ചല്ല പറഞ്ഞത്. കർത്താവ് വരുമ്പോ കാഹളം കേട്ട് പോകണമെങ്കിലും ദൈവത്തോട് കൂടെ നടക്കണം. ഇനി അല്ല, ഈ ഭൂമിയിൽ ഏതെങ്കിലും വിഷയം ദൈവം നമ്മുടെ കാര്യം എടുക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടു, അല്ലേ? അപ്പൊ ദൈവത്തോട് കൂടെ നടന്നു. എന്താ അതിന്റെ അർത്ഥം? ഒരു ദിവസം തുടങ്ങിയതല്ല യാത്ര. ഹാനോക്കിന്റെ ജീവിതം ആരംഭിച്ചിടം മുതൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ഉദാഹരണം പറയും. ഒരു റോഡിന്റെ രണ്ടു വശത്തു കൂടെ അവർ യാത്ര ആരംഭിച്ചു, ദൈവവും ഹാനോക്കൂടെ. രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോ രണ്ട് സൈഡിലാണ്. പക്ഷേ ആ യാത്ര, ദൈവത്തോടുള്ള യാത്ര, കുറേശ്ശെ ഓരോ ദിവസവും കടന്നു പോകും തോറും അടുത്തടുത്ത് വന്നു. രണ്ടുപേരും അടുത്തടുത്ത് വന്ന്, ഏറ്റവും അടുത്ത് വന്നു. രണ്ടുപേർക്കും ഒരുമിച്ച് ആ വഴിയെ കടന്നു പോകാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞിങ്ങ് പോര്. ഇതാ ഒരു ആത്മീക അനുഭവം. നമ്മുടെ ആത്മീക ജീവിതം അങ്ങനെ ആകണം. നടപ്പ് തുടങ്ങുന്ന ഒരു അകലം വെച്ചായിരിക്കും, ഒരുപക്ഷെ ഒരല്പമായ അറിവിലായിരിക്കാം, ഒരു ചെറിയ പ്രകാശം കിട്ടിയിൽ നിന്നായിരിക്കാം ദൈവത്തോട് കൂടെയുള്ള നടപ്പ്. എന്നാൽ അത് വർദ്ധിച്ചു വന്ന ഓരോ ദിവസവും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നാം വർദ്ധിച്ചു വന്ന അവസാനം ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിവില്ലാത്ത വിധത്തിൽ ദൈവം എന്നെ കാണുമ്പോൾ എനിക്കൊരു മാറ്റം സ്വർഗം കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാലേ നമ്മുടെ ആത്മീക ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. ഭൗമിക തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും അത് എവിടം കൊണ്ട് തീരും? ഇനി എത്ര സ്നേഹിക്കുന്ന മരുമോളാണേലും മകനാണേലും പെട്ടിയിലോട്ട് കയറുമ്പോ മരിച്ചു എന്ന് മൂക്കിന്ന് ശ്വാസം പോയെന്നുണ്ട്, അന്നേരം വന്നിച്ച് എല്ലാം ഊരിയെടുത്ത് മാറ്റി അല്ലേ? സ്വതന്ത്രം. അതുവരെ ഇതൊക്കെ ഉള്ളൂ. അതുവരെ എന്നാ ജാടയിട്ട് നടന്നാലും. അപ്പം ആരെങ്കിലും ചാകാൻ വേണ്ടി നോക്കിയിരിപ്പുണ്ടല്ലേ നമ്മുടെ ഈ ഭൗമുഖത്തുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോവാൻ. സ്വോത്രം. പിന്നെ വല്ല പട്ടാളക്കാരനടക്കം മരിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? മരണാനന്തര ബഹുമതി എന്ന് പറയൊരു 2 വെടിയും പുകയൊക്കെ കിട്ടും. ഇത് കൂടുതൽ വലിയ കാര്യമൊന്നുമില്ല ഇവിടെ. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇഹലോകത്തിനകത്ത് ഒരു മനുഷ്യനും തിരിച്ചറിഞ്ഞില്ലെങ്കിലും പരലോകത്തിൽ സ്വർഗത്തിന്റെ പുസ്തകത്തിൽ ചിലത് എഴുതി വെക്കത്തക്ക വിധത്തിൽ എന്റെയും നിങ്ങളുടെ ജീവിതമായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഇവിടെ കണ്ടില്ലേലും അവിടെ ചിലത് ലഭിക്കുവാനേ തീരുമെന്ന് തിരുവചനം പറയുന്നത്. അതാ ജീവനിൽ നിന്ന് ജീവങ്കലേക്ക് പോകുന്ന അനുഭവം. ഇനി പത്രോസിന്റെ ഭാഷ ഇങ്ങനെ പറയാം, നിങ്ങൾ ജീവനുള്ള കല്ലാകുന്ന ക്രിസ്തുവിന്റെ അരികിൽ വന്നിട്ട് ജീവനുള്ളവനെ പോലെ. സ്തോത്രം. ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാമോ? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിന്റെ 1-ാം ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം 3 മുതൽ 5 വരെ ഉള്ള വാക്യങ്ങൾ. വചനമെന്ന ന്യായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോ, കർത്താവ് ദയാലു എന്ന് മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും
ആൻറ്റി ഒന്ന് നിർത്തി വായിക്കണം. മനുഷ്യർ തള്ളിയപ്പോ ആ കല്ലിനെ കുറിച്ച് പറഞ്ഞൊരു പേരെന്തുവാ? നമ്മൾ വായിച്ച വാക്യം കുറുവാക്യം മറക്കി പ്രസിദ്ധനാകുവാൻ യേശുവിനെ നോക്കി സഹോദരന്മാർ പറഞ്ഞതാ. അവന്റെ സഹോദരന്മാരും അവനെ വിശ്വസിച്ചില്ല. യേശുവിനോട് നീ ചെയ്യുന്ന പ്രവൃത്തി അവിടെ പോയി ചെയ്യണം, പട്ടണത്തിൽ പോയി ചെയ്യാം. കാരണം പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നതിന് ഇവിടെ വീട്ടിൽ നിന്ന് ചെയ്തിട്ടില്ല, കാര്യവുമില്ല, നേരെ വിട്ടുപൊക്കോ, ഇതൊന്നും വലിയ കാര്യമൊന്നുള്ള കേസ് കിട്ടല്ല. പക്ഷെ മനുഷ്യർ തള്ളിയതെങ്കിലും ശ്രേഷ്ഠവും മാന്യവുമായ മൂലം ദൈവസന്നിധി, അങ്ങനെ ഒരു പദം പറഞ്ഞിട്ടുണ്ടല്ലേ, ദൈവസന്നിധി. അപ്പൊ മനുഷ്യർ തള്ളണം, ദൈവസന്നിധി ശ്രേഷ്ഠത കിട്ടണമെങ്കിൽ. നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യമാ. അയ്യോ, നമ്മുടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ കർത്താവേ എന്നോട് അവരത് പറഞ്ഞു അല്ലേ. നമ്മുടെ ചങ്ക ഏറ്റവും കൂടുതൽ പിടയ്ക്കുന്ന വിഷയം എന്തുവാ? ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന വിഷയം ഏതാ? അയലൊക്കത്തെ ഇന്നത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നമ്മൾ എത്ര ദിവസം കരയാറുണ്ട്. മനുഷ്യർ നിങ്ങളെ വെടക്കെന്ന് പറയുമ്പോൾ സന്തോഷിച്ചുള്ളുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാ. ഇത് കർത്താവ് പറഞ്ഞതാ. അപ്പൊ മനുഷ്യർ തള്ളാൻ അനുവദിച്ചാൽ ദൈവസന്നിധി നമ്മൾ ശ്രേഷ്ഠതയുള്ളവനാകും. ആരെങ്കിലുമൊക്കെ തള്ളി പറയുന്നതിന് ഓർത്തോണം, ദൈവത്തിന് എന്നെ കുറിച്ച് ശ്രേഷ്ഠതയുള്ളത് കൊണ്ടാ. നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച്, മനുഷ്യർ തള്ളിയത് കണ്ടുകൊണ്ട് നമ്മൾ വിഷമിച്ചാ നമ്മൾ ദൈവസന്നിധിയിലെ ശ്രേഷ്ഠത വേണ്ടെന്ന് പറയുന്നവരാ. ഇത് ഏതാ വലുത്? മനുഷ്യൻ പറയുന്നതാണോ വലുത്, ദൈവം പറയുന്നതാണോ വലുത്? മനുഷ്യൻ പറയുന്നത് ഇന്ന് പറഞ്ഞ നാളെ 100% നന്മ ചെയ്തിട്ട് ഇനി അബദ്ധം പറ്റി അതിൽ ഒരെണ്ണം തെറ്റിപ്പോയാ, നമ്മൾ ഉദ്ദേശിച്ച നന്മയാ, പക്ഷെ അത് തെറ്റിപ്പോയി, അവർക്ക് തിന്മയായി തീർന്ന അന്നേരം പറയും അല്ലേലും ഇങ്ങനെയൊക്കെ തന്നെയാന്ന് ഞങ്ങൾക്കറിയാം. ഇതാ മനുഷ്യന്റെ ഗുണം. പക്ഷെ ഇന്ന് വരെ തമ്പുരാൻ ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് നിന്നെയൊക്കെ വിളിച്ചിറക്കൊണ്ട് നിനക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. സ്തോത്രം. അവരെ വീണ്ടും മടക്കി കൊണ്ടിരുന്നുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയണം, മനുഷ്യർ തള്ളിയാൽ തള്ളട്ടെ, ആ തള്ളല് കുടി വരെയുള്ളൂ. പക്ഷെ ദൈവം തള്ളിയ നരകത്തില, നിത്യജീവൻ നഷ്ടപ്പെടൂ. എന്നാൽ ദൈവം ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അവൻ അത് നിത്യജീവനിൽ ശ്രേഷ്ഠനാ. അവൻ ഇവിടെ തള്ളപ്പെടുന്നവൻ സ്വർഗത്തിൽ ശ്രേഷ്ഠനാകുകയാ, അവൻ മാന്യനാകുകയാ. സ്നേഹിതർ ദുഷിക്കുമ്പോ പറയണം സന്തോഷം, നിങ്ങൾ എന്നെ ദുഷിക്കാൻ ഞാൻ നോക്കിയിരിക്കുക, കാരണം എന്റെ തമ്പുരാൻ എന്നെ ചേർത്ത് പിടിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് തെളിവാ. സ്തോത്രം. ഇത് വേദപുസ്തക സത്യമാണ്. അപ്പൊ ചിലരൊക്കെ തള്ളാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. തള്ളാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് പറയുന്നത് കേട്ടപ്പോ ഒരു വിഷമം. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ആയിരിക്കും പത്രോസ് ഒരു പരാതി പറയുന്നുണ്ട്. കർത്താവേ, സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്നാ കിട്ടും? നമ്മുടെ വിഷയം അതാണല്ലോ. പെന്തക്കോസ്ത് വന്നു, എന്നാ കിട്ടും? ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി, എന്നാ കിട്ടും? ഇതേ ചോദ്യമായി യേശുവിനോട് ചോദിക്കുന്നത്. ഞങ്ങൾ സകലവും വിട്ടു, അപ്പനെയും അമ്മയും വിട്ടു, പടക്ക് വിട്ടു, ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗം വിട്ടു, എല്ലാം വിട്ടു, ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്നാ കിട്ടും? മറുപടി, വിട്ടത് ശരിയാണ്, അതെല്ലാം തിരിച്ച് കിട്ടും. സ്തോത്രം. വിട്ടത് സത്യമാണെങ്കിൽ തിരിച്ചു കിട്ടും. വിട്ടത് ശരിയല്ലേലോ, കിട്ടത്തില്ല. തെളിവ് പത്രോസ് പറഞ്ഞു ഞങ്ങളെല്ലാം വിട്ടു എന്ന് പറഞ്ഞ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യത്തിനകത്ത് പത്രോസ് പറയുന്നുണ്ട്, ഞാൻ ദേ പോകുക. എങ്ങോട്ട്? മീൻ പിടിക്കാൻ. പുള്ളി എല്ലാം വിട്ടെന്നല്ല ആദ്യം പറഞ്ഞ. പുള്ളി പറഞ്ഞു ഞാൻ പോവാ മീൻ പിടിക്കാൻ. അപ്പൊ വിട്ടത് സാധനം പോയി എടുത്തോണ്ട് വന്നു. അപ്പൊ പുള്ളി വിട്ടതായിരുന്നോ? തൽക്കാലം മറച്ചു വെച്ചെന്നുള്ളൂ, കർത്താവ് കാണാതെ. എല്ലാം വിട്ടേച്ച് നിങ്ങൾ അനുഗമിക്കണം, പടകും വലയൊക്കെ വിട്ടേച്ച് പോരാൻ പറഞ്ഞപ്പം തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് പുള്ളി മാറ്റി വെച്ചു. ഇനി എങ്ങാനും പോകുന്ന വഴിക്ക് പെട്ടുപോയാ തിരിച്ചു പോയി എടുക്കാൻ സുരക്ഷിത സ്ഥാനത്ത് വെച്ചിട്ടാ വന്നത്. പുള്ളി പറഞ്ഞു ഞാനും പോകുക മീൻ പിടിക്കാൻ. ബാക്കിയുള്ളവരും പറഞ്ഞു ഞങ്ങളും പോരുക. എല്ലാം കൂടെ മീൻ പിടിക്കാൻ പോയി. ഒരൊറ്റ രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പുലർച്ചയ്ക്ക് യേശു വന്ന് നിന്നോണ്ട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? എന്തുവാ ശൂന്യത? വിട്ടേച്ച് പോരുന്നത് എപ്പോഴാ? ഒരു വലിയ നിറവിന്റെ അനുഭവത്തിൽ നിന്നാണ്. ഇനി പറഞ്ഞു വരുന്ന വചനം നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കണം.
ഒരിക്കൽ യേശു ഗെന്നസരത്ത് തടാകത്തിൽ വെച്ച് ശിമോൻ പത്രോസിനെ കണ്ടു. അന്ന് ഒത്തിരി പടകുകൾ ഉണ്ടായിരുന്നു. ആ പടകിനെ മാറ്റി വെച്ചിട്ടാ ഈ ഒരു പടകിനെ തെരഞ്ഞെടുത്തത്. അങ്ങനെ വായിക്കുന്നു. ഒത്തിരി ചെറു പടകുകൾ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിമോനുള്ളതിൽ കയറി. ഈ ഭാഗം നമ്മുടെയൊക്കെ വീടുകളുള്ള ഭാഗം, അല്ലെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം, കഴിവുംതിട്ട, ഇതിന്റെ ചുറ്റുപാടുള്ളവരായിരിക്കാം നിങ്ങളുടെ ഓരോ സ്ഥലങ്ങൾ. ഈ ദേശത്ത് ഒത്തിരി നല്ല മിടുക്കന്മാരില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? നല്ല ഒന്നാന്തരം കഴിവുള്ളവരില്ലായിരുന്നോ? ജോലിക്കാരില്ലായിരുന്നോ? ഇവരെ എല്ലാം വിട്ടച്ച് എന്നെ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തില്ലേ? ഇതുപോലെയാ പത്രോസിനും തെരഞ്ഞെടുത്തത്. മീൻ പിടിക്കാൻ നല്ല കഴിവുള്ള പാർട്ടികൾ വേറെ ഉണ്ടായിരുന്നു. അമ്മ ഇന്ന് വരെയും എത്രയോ ആൾക്കാർ മീൻ പിടിച്ചിട്ട് അപ്പുറത്ത് നിന്ന് കച്ചവടം ചെയ്യുന്നുണ്ടെന്നറിയോ? യേശു ശൂന്യതയിലേക്ക് ഇറങ്ങി വന്നതാ. യേശു മിടുക്കന്മാരെയല്ല തെരഞ്ഞെടുത്ത്, ഇല്ലാത്തവർ. രാവിലെ പറഞ്ഞ അതേ ഭാഗം തന്നെയാ. സ്തോത്രം. പത്രോസിനുള്ള പടകിൽ ശിമോനുള്ളത് കയറി. അർത്ഥം ഇങ്ങനെയാ, അവൻ വേറെ പടകുണ്ടെങ്കിലും പത്രോസിനെ മാത്രം തമ്പുരാൻ തെരഞ്ഞു പിടിച്ചു. ഇന്ന് രാത്രി ഇതുപോലെ എന്നെ നിങ്ങളും ദൈവം തെരഞ്ഞു പിടിച്ചത്. അവൻ പല പടകുകൾ പലയിടത്തും ഉണ്ടായിരുന്നു. കഴിവുള്ളവരുണ്ടായിരുന്നു, സമ്പന്നരുണ്ടായിരുന്നു, ശ്രേഷ്ഠരുണ്ടായിരുന്നു, ജ്ഞാനമുള്ളവർ. അവരെല്ലാം വിട്ടേച്ച് എന്നെ നിങ്ങളും ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ അവൻ ദൈവത്തിനൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെയാ. ആ ഉദ്ദേശമാണ് വാഗ്ദത്ത വചനത്തിൽ വെളിപ്പെട്ടത്. അവൻ മറ്റാർക്കും ലഭിക്കാത്ത ചില ജ്ഞാനം, അറിവ്. വലിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ തള്ളപ്പെട്ടടത്ത് നിന്ന് എഴുന്നേൽക്കണം. ദൈവം വിളിച്ചിറക്കി. എന്നിട്ട് ദൈവം പറഞ്ഞു, കഥാവ് പറഞ്ഞു, പ്രസംഗമൊക്കെ നടത്തിയേച്ച് പറഞ്ഞു, നീ പോയി മീൻ പിടിക്കുക. അല്ല, മീൻ പിടിച്ചു, വലിയ മീൻകൂട്ടം കിട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, നീ എന്നെ അനുഗമിക്കാൻ. വിളിച്ചിറക്കിയത് എവിടുന്നാ? ഒന്നുമില്ലാത്തടത്തു നിന്നാണോ? അല്ല, എല്ലാം കൊടുത്തുവെച്ചാ വിളിച്ചിറക്കിയത്. ഒന്നുമില്ലാത്തടത്തുനിന്നല്ല, എല്ലാം കൊടുത്തു. നല്ല ഒന്നാന്തരം മീൻകൂട്ടം. പുള്ളിയുടെ പടക് മാത്രമല്ല, അടുത്തവനെ വിളിച്ച് പടക് നിറയുമാറ്, അല്ല വള്ളം മുങ്ങുമാറ് സകലത്തിനെ നിറച്ചിട്ടാ വിട്ടത്. പിന്നെ എപ്പോഴാ പോയത്? നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയില്ലേ? 21-ാം അധ്യായത്തിൽ കർത്താവ് വെച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ ഒന്നുമില്ല. എപ്പോഴാ പോയത്? അതൊരു പക്ഷെ കേരളത്തിലൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾ ഒഴിഞ്ഞവരായി വന്നിരിക്കുന്നു, ഞങ്ങളെ നിറഞ്ഞവരായി പറഞ്ഞു വിടണം. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുന്നെങ്കിൽ ക്ഷമിക്കണം. ഞാൻ വചനത്തിന്റെ വെളിപ്പാടിൽ ഒരു കാര്യം പറയാം. ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മളെ ആരും ദൈവം ഓട്ടക്കലമായിട്ട് വിളിച്ചിട്ടില്ല. ഹലോ, നല്ല മൺകലം പോയി മേടിക്കാം. മൺകലം നിങ്ങൾക്ക് അറിയത്തില്ലേ? കഞ്ഞി വെക്കാണ്ട് നല്ല മൺകലവും ചട്ടിയൊക്കെ മേടിക്കാറില്ലേ? ആരെങ്കിലും ചെന്ന് ഓട്ടച്ചട്ടി മേടിച്ചോണ്ടൊന്ന് മീൻ വെക്കാൻ പോവോ? ഇല്ല. നോക്കി കൊട്ടി നോക്കി, സൗണ്ടൊക്കെ നോക്കി, ഒന്നും അറിയത്തില്ലേലും 2 കൊട്ട് നോക്കിയിട്ട് അത് കാണുമ്പോൾ നമ്മുടെയൊക്കെ ചിന്താതി ഇത് വലിയ ഒന്നുമല്ല. കാരണം ഇത് നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചു വെച്ചേക്കുന്നത്. ഇങ്ങനെ കൊട്ടി നോക്കിയെടുത്താ പിന്നെ അതുകൊണ്ടൊന്നും മയം വരുത്താൻ വേണ്ടിയൊക്കെ അടുപ്പ വെച്ച് എന്തൊക്കെ പരിപാടി കാണിച്ചാ. മനുഷ്യരായ നമ്മളിങ്ങനെ കാണിക്കുമെങ്കിൽ നമ്മളെ പണിതെടുത്ത് തമ്പുരാൻ വിട്ടേക്കുമ്പോൾ വല്ല ഓട്ടക്കലമായിട്ട് വിടുവോ? ഓട്ടയൊന്നുമില്ല. പിന്നെ എപ്പോഴാണ് നമ്മൾ ഈ ഓട്ട ആയത്? ഇനി വാക്യം ഒരു തെളിവായിട്ട് വായി. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമയം തീരും. 1-ാം അധ്യായം 20-21. രൂത്തിന്റെ പുസ്തകം 1:20-21 വാക്യം പെട്ടെന്ന് വായിക്കണമേ. അവൾ അവനോട് പറഞ്ഞത്, മാറ എന്ന് എന്നെ വിളിക്കണം. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പയുള്ളത് ചെയ്തു. നിറഞ്ഞവളായി ഞാൻ പോയി. തമിഴിൽ ആരെങ്കിലും ആ വാക്യം ഒന്ന് വായിക്കാൻ ഒരു ഉപകാരം വയ്ക്കും. 20-ാമത്തെ വാക്യം. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി വന്നു. അങ്ങനെയല്ല വായിച്ചതാ? അപ്പൊ നിറഞ്ഞു പോയവളാ തിരിച്ചു വന്ന് എങ്ങോട്ട് പോയതുകൊണ്ടാ? എങ്ങോട്ട് പോയപ്പോഴാ നിറഞ്ഞത്? എവിടെയാ പോയത്? നവോമി എങ്ങോട്ടാ പോയത്? ബേത്ലഹേമിന്ന് എങ്ങോട്ടാ പോയത്? മോവാബിലോട്ട്. അങ്ങനല്ല വായിക്കുന്നത്. മോവാബിലോട്ട് പോയെന്നല്ല വായിക്കുന്നത്. ബേത്ലഹേം എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ഭവനമാ, അപ്പത്തിന്റെ ഭവനമാ. അവിടുന്ന് അങ്ങോട്ട് പോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്മാറ്റത്തിലോട്ട് പോയതാണ് ഈ പ്രശ്നത്തിന് കാരണം. അപ്പൊ നിറഞ്ഞ അനുഭവത്തിൽ നിന്ന് ഒഴിഞ്ഞവളാകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
നിറഞ്ഞ അനുഭവത്തിൽ നിന്ന് ഒഴിഞ്ഞവളാണ്, ഒന്ന് ചെയ്താൽ മതി. എന്താ? പിന്മാറ്റത്തിലോട്ട് പോയാൽ മതി. അപ്പം നമ്മൾ ഞായറാഴ്ച ഇവിടെ നിന്ന് നിറച്ച് വിടുക, കുത്തി നിറച്ച് പാസ്റ്റർ പ്രസംഗിച്ചൊക്കെ കുത്തി നിറച്ച് പറഞ്ഞു വിടും. പിറ്റേ ആഴ്ച നമ്മൾ വന്ന് ഒരു കർത്താവേ ഞാൻ നിറഞ്ഞവളായി പോയി, അല്ല ഒഴിഞ്ഞവളായി വന്നിരിക്കുന്നു, എന്നെ നിറച്ച് വിടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ എന്തായിരുന്നു? എൻ്റെ ജീവിതം ഞാൻ മര്യാദയ്ക്കല്ല നടത്തിയത്, പിന്മാറ്റത്തിലായിരുന്നു. ഹലോ ഹലോ എന്നോട് പണങ്ങിട്ട വചനമാണ് ഞാൻ പറയുന്നത്. മോവാബിൽ പോയതാ ശൂന്യത വന്നത്. മോവാബ് എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ഭവനത്തിൽ ആലയത്തിൽ കയറാൻ അനുവാദമില്ലാത്തവണ്, 10ാം തലമുറ പോലും കടക്കരുതെന്ന് പറഞ്ഞതാ. സ്തോത്രം. എന്നാൽ നവോമി ശൂന്യത എന്ന് പറയുമ്പോഴും തിരിച്ചു വരുന്ന നവോമിയുടെ കൂടെ ദൈവം ഒരു രൂത്തിനെ പറഞ്ഞു വിട്ടു. രൂത്തിൽ കൂടിയ നന്മ വെളിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അറിവുള്ള നവോമി മോവാബിൽ പോയി സകലവും നഷ്ടപ്പെട്ടു വരുമ്പോൾ ആ നവോമി കാണിച്ച ദൈവത്തിൽ വിശ്വസിച്ച അറിവില്ലാത്ത രൂത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. അവൾ ബോവസിന്റെ വയൽ വന്നു, അവൾക്ക് അനുഗ്രഹം വെളിപ്പെട്ടു. ശരിക്കും പറഞ്ഞ നവോമിക്ക് കിട്ടേണ്ട അനുഗ്രഹം ഇപ്പൊ രൂത്തിൽ കൂടിയാ കിട്ടുന്നത്. ലാസ്റ്റ് അങ്ങനെയാ പറയുന്നത്, നവോമിക്ക് വാർദ്ധക്യത്തിൽ പോഷകനായ ഒരു മകനെ പ്രസവിക്കുന്നത് രൂത്ത. സ്തോത്രം. പിന്മാറിപ്പോയവനെ തിരിച്ചു വരുമ്പോ നഷ്ടത്തിന്റെ കണക്ക് പറയും. പക്ഷേ സ്തോത്രം, ഒന്നും അറിയത്തില്ലാതെ ദൈവത്തെ തേടി വന്നവളുടെ ജീവിതത്തിനകത്ത് നഷ്ടമല്ല, ദൈവത്തിൽ ആശ്രയിച്ചു വന്നവന് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാ. സ്തോത്രം സ്തോത്രം. തിരിച്ചു വരാം. അപ്പൊ പറഞ്ഞു വെച്ച്, അപ്പൊ എപ്പോഴാ പത്രോസിന്റെ പടക് ശൂന്യമായത്? കാര്യം കർത്താവിന്റെ കൂടിയാ സഞ്ചരിക്കുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് പുള്ളി പോയി നോക്കും, പടകിന് വല്ല കേടുണ്ടോ. ചുമ്മാ വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അങ്ങനെയല്ലേ? പടകെന്ന് പറയാൻ മനസ്സിലായില്ലേ? ബോട്ട് നല്ല വള്ളമൊക്കെ കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് വെച്ച് കേടാവൂലേ? അപ്പൊ പുള്ളി ഇടയ്ക്ക് പോയി നോക്കും, എങ്ങാനും ചാൻസ് എന്തെങ്കിലും പ്രശ്നം വന്നാ അത്യാവശ്യം. അതുകൊണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമായിരുന്നു. തമ്പുരാൻ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. സ്തോത്രം. എല്ലാം വിട്ടു എന്ന് പറഞ്ഞാലും പുള്ളി എന്ത് ചെയ്യും? ഇടയ്ക്ക് പോയി നോക്കും, പടക് വലിയ കുഴപ്പമുണ്ടോ ഇല്ലേ. ഇപ്പോഴത്താണ് പിന്നെ അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. ഇന്ന് മൊബൈൽ ഉള്ളതുകൊണ്ട് മൊബൈൽ വിളിച്ചു ചോദിക്കാം, എന്ത് അതെ അപ്പാ ഞാൻ വിട്ടേച്ച് പോകുന്ന സാധനം വല്ല കുഴപ്പമുണ്ടോ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസം അങ്ങനെയാകും. വിട്ടതാണേ വിട്ടോണം, ഇല്ലേ പ്രശ്നമാണ്. വിട്ടു എന്ന് പറഞ്ഞാൽ വിട്ടോണം, ഇടയ്ക്ക് പോയി എടുക്കരുത്. നമ്മൾ പലതും വിടും, പക്ഷേ ബാങ്ക് ലോക്കറിലൊക്കെ വെക്കും. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. ആഭരണം ഉപയോഗിച്ച് സ്നാനപ്പെടാനും പെന്തക്കോസ്തി വന്നു കഴിഞ്ഞാൽ ആഭരണം ഉപേക്ഷിക്കണമെന്ന് കേരളത്തിലുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അതിനെതിരെയുള്ള വ്യക്തിയല്ല. എൻ്റെ തിയറി ഇതേ ഉള്ളൂ. ദൈവം ഒരാളെ രക്ഷിക്കപ്പെടുത്തുന്നത് ആ ദൈവത്തിന് ആഭരണം വേണ്ടെങ്കിൽ അത് ഊരിക്കാനും അറിയാം. അതെൻ്റെ തിയറി. ദൈവം ചെയ്തോളൂ. ഞാൻ അതിന് പറയാൻ വേണ്ടിയല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ എന്നാൽ ചിന്തിക്കുക, ഞങ്ങളുടെ അവിടെയൊക്കെ നാട്ടിലൊക്കെ എന്നെ ചെയ്യുന്നറിയോ? കാര്യം പറഞ്ഞാൽ പെന്തക്കോസിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ആഭരണമൊക്കെ ഉപേക്ഷിച്ച് സ്നാനപ്പെട്ടു അവിടെ വെക്കും. പക്ഷേ ഈ സാധനം കൊണ്ട് ബാങ്കിൽ വെച്ചേക്കും. കാരണം വല്ല അത്യാവശ്യം വരെ പണയം വെക്കാം. വിട്ടതാണോ? വിട്ടു. ആൾക്കാർ കാണണ്ടേ? വിട്ടു. എന്നാ ആവശ്യം വരുമ്പോ ഇതാ പത്രോസ് ചെയ്തത്. സ്തോത്രം. നമ്മൾ വിട്ടതാണ്. എന്താണോ വിടുന്നത്? ഈ ചില വിശ്വാസികളുണ്ട്, എന്നറിയോ? കാര്യം ഞായറാഴ്ച ആരാധനയ്ക്ക് വരും, കൃത്യമായിട്ട് അറ്റൻഡൻസ് എല്ലാം ശരിയാ, പക്ഷേ പള്ളിയിലൊന്നും പോകത്തെ. പള്ളിയൊക്കെ വിട്ടേച്ചാ പോകുന്നത്. എന്നാലും എന്ത് ചെയ്യും? പയ്യെ എന്തേലുമൊക്കെ വരുന്ന പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് അവർ ഇങ്ങനെ ഒരു കാണിക്കൊക്കെ ആയിട്ട് വരത്തില്ലേ, ഞങ്ങളുടെ കണക്ക് അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട്. സ്തോത്രം. ചെയ്യരുതേ. ഈ സാധനം പുറകെ വരും. വിട്ടുപോയത് പുറകെ വരുന്നതിന്റെ കാര്യം അവൻ അങ്ങനെയല്ല വായിക്കുന്നത്. റാഹേല് യാക്കോബിനോട് പോന്നെങ്കിലും ലോത്ത് പിന്നാലെ വന്നതിന്റെ കാര്യം എന്താ? അപ്പന്റെ വിഗ്രഹം ചോദിച്ചോണ്ടോ വന്നു. സ്തോത്രം. വിട്ടുപോകാത്തതിന്റെ കാര്യം വല്ലതൊക്കെ കയ്യിലിരിപ്പുണ്ടെടുത്ത് വേണം. സ്തോത്രം. ഉണർവിന്റെ പ്രസംഗം അല്ലെ പ്രസംഗിച്ച് വരുന്നത് എനിക്ക് നല്ലോണം അറിയാം. തള്ളപ്പെട്ടാൽ പത്രോസിനെ ചേർത്ത് പിടിച്ചിട്ടും അവന്റെ ഉള്ളിൽ നിന്ന് പോകാത്ത പടക് വല പിന്നീട് പ്രശ്നമുണ്ടാക്കി. ഉണ്ടായിരുന്ന നന്മ ഇല്ലാതാക്കുക ചെയ്ത്, ശൂന്യത വരുത്തുക ചെയ്തത്. അവൻ പറയുക, കർത്താവേ രാത്രി മുഴുവൻ അത് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിരുന്ന അന്ന് പറഞ്ഞതാ. അങ്ങനെ ആദ്യം പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, സാരമില്ല ഞാൻ നിറച്ചു വിട്ടേക്കാം. നിറച്ചു വിട്ടു. പക്ഷെ പിന്നീടും പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇപ്പൊ വല്ലതും ഉണ്ടോ? ഇപ്പോഴും ഞങ്ങൾ എന്നാ
ഇപ്പോഴും ഞങ്ങൾ എന്നാ സ്തോത്രം. ഇന്ന് രാത്രി തിരിച്ചറിയണം, എവിടെയൊക്കെയോ വിട്ടതിനെ തിരിച്ചെടുക്കുവാനുള്ള പ്രേരണയുള്ളത് കൊണ്ടാ ഒരു ആത്മീക വളർച്ച ഉണ്ടാകാത്തത്. ഇന്ന് രാത്രി ആത്മീക വളർച്ച ഉണ്ടാകാൻ ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുന്നവനാകണം. കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ അറിയാതെ എന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അതാ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു നോക്കി പറഞ്ഞത്. സ്തോത്രം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഇനി ഒന്നോർത്ത് നോക്കിയ പത്രോസ് കാര്യം പറഞ്ഞതൊക്കെ ചെയ്തെങ്കിലും പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ ഇന്ന് തള്ളി പറയും. കോഴി കൂവുന്നോടും അല്ലേ? സ്തോത്രം. കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറയും. പത്രോസ് പറഞ്ഞു, അത് നടപടിയുള്ള കേസിട്ട് ഞാനാരാ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കർത്താവ് എന്തേലും പറഞ്ഞ ധൈര്യത്തോടെ പറഞ്ഞ, കർത്താവേ നിന്റെ കൃപയല്ലാതെ നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നിടത്ത വിജയം. അതൊക്കെ കട്ട്ഷോട്ടങ്ങ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ല. പുലർച്ചെ പടകിന്റെ മുമ്പിൽ നിൽക്കുന്ന പത്രോസിന് ഒന്നുമില്ലെന്ന് പറയുന്നെങ്കിലും കഥ പറഞ്ഞു, വേണ്ട, കുഴപ്പമില്ല, ഞാൻ നിറയ്ക്കാം. മീൻ പിടിക്കാൻ പറഞ്ഞു, മീൻ പിടിച്ചു, കാര്യം ശരിയാ, കിട്ടി. അന്നേരം പത്രോസിന് ഒരു കാര്യം പിടികിട്ടിയത്. പത്രോസിന്റെ കൂടെയുള്ള അറിവ് അത് കർത്താവാന്ന് പറഞ്ഞപ്പോൾ ചാടി കയറി പുള്ളി നഗ്നനാകയാൽ പുള്ളി എടുത്ത് വെള്ളത്തിൽ ചാടി എന്ന് പറഞ്ഞല്ലേ. ഈ നഗ്നത ആദ്യത്തെ പ്രാവശ്യവും പറയുന്നുണ്ട്, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകയാൽ എന്നെ വിട്ടുപോകണം, എന്നെ വിട്ടുപോകണമെന്ന് പറഞ്ഞവനെ കളയാതെ ചേർത്ത് പിടിച്ചു, അവനെ മുമ്പോട്ട് കൊണ്ടുവന്നു. തള്ളിക്കളയാൻ ഒത്തിരി കാര്യമുണ്ടായിട്ടും തള്ളിക്കളയാതെ ചേർത്ത് പിടിച്ചപ്പോൾ ഇപ്പൊ പറയാ ഞാൻ നഗ്നന എന്ന് പറഞ്ഞാൽ, നഗ്നത എന്ന് പറഞ്ഞത് മറവ് ഇല്ലാതെ നിൽക്കുന്ന അനുഭവം എന്നാ, രഹസ്യമില്ലാതെ നിൽക്കുന്ന അനുഭവം എന്നുള്ളതാ. സ്തോത്രം. രഹസ്യമില്ലാതെ നിൽക്കുന്ന അനുഭവം. ദൈവമക്കളും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അങ്ങനെ രഹസ്യമില്ലാതെ നിൽക്കുന്ന അനുഭവം ഉണ്ടാകണം. ദൈവത്തിനു മുമ്പാകെയും മനുഷ്യന് മുമ്പാകെയും. അതുകൊണ്ടല്ല സകല ഹൃദയ രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ വചനത്തെ കുറിച്ചൊക്കെ പറയുന്നല്ലേ. അപ്പൊ ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യന്റെ മുമ്പാകെയും നമ്മൾ എന്തായിരിക്കണം? രഹസ്യങ്ങളില്ലാതെ ജീവിക്കണം. അതാ നഗ്നത എന്ന് പറയാം. പറയാ നഗ്നനാ ഞാൻ, അതുകൊണ്ട് കടലിൽ ചാടി. എന്തോ നഗ്നത പുള്ളിലെ. കർത്താവ് ഞാൻ മറവുള്ളവനായി തീർന്നു. എവിടെ? മറവുള്ളവനായി തീർന്നു. കള്ളത്തരം കയ്യോടെ പിടിച്ചു. കാരണം പടകെടുത്ത് ഒളിച്ചു വെച്ചത് കർത്താവ് നേരെ പിടിച്ചു. അവിടെയാ പറയുന്നത് ഞാൻ നഗ്നനാ. കർത്താവ് ഞാൻ തെറ്റുകാരൻ സമ്മതിച്ചുകൊണ്ട് താഴെ വീണു. പിന്നീട് കർത്താവ് പിടിച്ചെഴുന്നേപ്പിച്ച് തീർത്തിട്ട് പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിലധികമായി സ്നേഹിക്കുന്നുവോ? എന്തിനെ? പടകിലെ അധികമായി, കൂട്ടുകാരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരിലധികമായി, മറ്റുള്ളതിനൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുമോ എന്നുള്ള ചോദ്യം കേട്ടപ്പം പത്രോസിന് ആദ്യം പ്രശ്നമില്ല. പക്ഷെ മൂന്നാമത് ചോദിച്ചു പറഞ്ഞു, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്നും നീ അറിയുന്നു. ഇതൊരു ശരിയായ സമർപ്പണത്തിന്റെ വാചകമാണ്. ഇന്ന് രാത്രി പറയാൻ പറ്റുമോ, കർത്താവേ എന്നെ ഉള്ളതുപോലെ അറിയുന്നവനാണ്, എന്നെ ഉള്ളതുപോലെ അറിയുന്നവൻ. ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്നവരാരും അറിയുന്നില്ലെങ്കിലും എന്നെ ഉള്ളതുപോലെ അറിയുന്നവനാ. സ്തോത്രം. കൂടെ വന്ന രൂത്തിൽ കൂടെ ദൈവം നന്മ വെളിപ്പെടുത്തുമെന്ന് അറിയത്തില്ലാത്ത നവമി പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞവളായി വന്നു, എൻ്റെ കൂടെ ആരുമില്ല. സർവശക്തൻ എന്നോട് കയ്പായി ഇത് പ്രവർത്തിച്ചു. ഞാനിപ്പോൾ കയ്പായി വന്നിരിക്കുക, ഞാൻ ശൂന്യതയായിട്ടാ വന്നത്. എന്നാ നവോമിയാണ് പറയണ്ടേ, ഒന്നുമില്ലേലും എൻ്റെ കൂടെ, ഞാൻ ഒറ്റയ്ക്ക് വരേണ്ടതായിരുന്നു, എൻ്റെ കൂടെ സ്വന്തം വീടും നാടും ഒക്കെ വിട്ടേച്ച് ഒരുത്തി വന്നിട്ടുണ്ട്, അവൾ എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞില്ല. അവൾ രൂത്തിനെ അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ല. കാരണം സ്വന്തം സ്റ്റാറ്റസ് പോകും. ഒരുപക്ഷെ ബാക്കിയുള്ളവർ അംഗീകരിച്ചില്ലെങ്കിലോ? യഹൂദന്മാർ അംഗീകരിക്കത്തില്ല, തൻ്റെ കൂട്ടത്തിലുള്ളവരാരും അംഗീകരിക്കത്തില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാ പറഞ്ഞത്, മക്കളെ നിങ്ങൾ മടങ്ങിപ്പോക്കോളൂ. പക്ഷെ അംഗീകരിക്കത്തില്ലാത്ത ജനത്തിന്റെ അരികിലേക്ക് അംഗീകരിക്കുന്ന ഒരു ദൈവത്തെ അറിഞ്ഞിറങ്ങി പുറപ്പെട്ട രൂത്ത്. അവളെ നവോമി പോലും പറഞ്ഞില്ല, അയ്യോ എൻ്റെ കൂടെ ഒരുത്തിയുണ്ട്, അവളെ നിങ്ങൾ സ്നേഹിക്കണം, പറഞ്ഞില്ല. പക്ഷേ സ്വർഗം പറഞ്ഞു, നവോമി പറഞ്ഞില്ലേലും ഞാൻ അവളെ കണ്ടു.
സ്തോത്രം. അന്നു മുതൽ തള്ളപ്പെട്ട നവോമിയുടെ, തള്ളപ്പെട്ട രൂത്തിന്റെ വഴി ദൈവം നിശ്ചയിച്ചു. തള്ളപ്പെട്ട രൂത്തിന്റെ വഴി ദൈവം നിശ്ചയിക്കാൻ തുടങ്ങി. രൂത്തിനെ പിറ്റേ ദിവസം രാവിലെ നാം കാണുന്നത്, രൂത്ത് അമ്മാവിയോട് പറഞ്ഞൊരു വാക്ക്, എന്നോട് ദയ കാണിക്കുന്നതിന് ഒരിക്കൽ പോയി ഞാൻ പിറക്കട്ട ചിലത്. സ്തോത്രം. ഈ അഡ്രസ് അറിയത്തില്ല, പേരറിയത്തില്ല, ഊരറിയത്തില്ല, ആരെയും അറിയത്തില്ല, ഒരു പരിചയവുമില്ല. അവൻ പരിചയമുള്ള നവോമി പറഞ്ഞില്ല, നീ ഇന്നാരരിക്കെ പോയാൽ അവൻ നിന്നോട് ദയ കാണിക്കുമെന്ന് പറഞ്ഞില്ല. പക്ഷെ അറിവില്ലാത്ത രൂത്ത് പോയപ്പോൾ സ്വർഗം വഴി തുറന്നു. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ എന്ന് പറഞ്ഞ അറിവില്ലാത്തവള്, തള്ളിപ്പറയപ്പെട്ടവള്, ആരുമില്ലാത്തവൾക്ക് വേണ്ടി സ്വർഗം വഴി തുറന്നു എന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയട്ടെ. ആമേൻ. രൂത്തിനെ കുറിച്ച് അമ്മാവിയമ്മ പറഞ്ഞില്ലേലും രൂത്തിനെ കാണുന്നൊരു സ്വർഗമുണ്ട്, ദൈവമുണ്ട്. പിറ്റേ ദിവസം രാവിലെ രൂത്തിനെ പറഞ്ഞു വിട്ടപ്പോ അമ്മാവിയമ്മ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തില്ല. നമ്മളാണ് പറഞ്ഞത്, തൽക്കാലം നിനക്കൊന്നും അറിയത്തില്ലല്ലോ, ഇന്നാരരികെ പോയ എന്തേലുമൊക്കെ, അങ്ങനെ പോലും പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ വഴി തെറ്റിയില്ല കേട്ടോ. അന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വഴി തെറ്റാൻ സ്വർഗം അനുവദിക്കത്തില്ല. ആരും അറിയത്തില്ലെങ്കിൽ പോലും സ്വർഗം വഴി തെറ്റാൻ അനുവദിക്കത്തില്ല. അവന് വേണ്ടി സ്വർഗം വഴി തുറക്കും. സ്തോത്രം. ബോവസിന്റെ വയലിൽ ചെല്ലുമ്പോൾ ബോവസിന്റെ വയലിൽ കിടക്കുന്നവൻ, സ്തോത്രം, അവൻ ആ ബാല്യക്കാർക്ക് പോലും കരുണ തോന്നുന്നു, വരുന്ന യജമാനന് കരുണ തോന്നുന്നു. എത്രയോ ശ്രേഷ്ഠകരമായ അനുഭവം. ലഭിക്കത്തില്ലാത്ത നന്മകൾ, പിറക്കിയാൽ കിട്ടത്തില്ലാത്തത് അവൻ വലിച്ചിട്ട് കൊടുക്കുന്നൊരു ബോവസിനെ കാണുന്നത്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും എത്രയൊക്കെ പരിശ്രമിച്ചാലും ലഭിക്കത്തില്ലാത്ത അവൻ പലവിധ കാര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവൻ ആശ്രയിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട്. അവൻ വലിച്ചിട്ട് കൊടുക്കുന്നവനാ, കഷ്ടപ്പെടാതെ വണ്ണം. സ്തോത്രം. വലിച്ചിട്ട് ചിലതിനെ കൊടുക്കുന്ന കരുണയുള്ളവനാ. അവന്റെ അരികില ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. അവൾ രഹസ്യത്തിൽ വന്നു പിറക്കിക്കൊണ്ടിരുന്നു. രാത്രിയിൽ രഹസ്യത്തിൽ അവൻ വീണ്ടെടുപ്പുകാരനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു. പക്ഷെ പരസ്യമായി എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞു, ഉത്തമ സ്ത്രീയാ. രൂത്തിനെ കുറിച്ച് ഉത്തമ സ്ത്രീയാ എന്ന് പറഞ്ഞു. 7 പുത്രന്മാരെക്കാൾ ഉത്തമയായ രൂത്ത് എന്ന് പറഞ്ഞു. എന്തേ? ആരും അറിയാതെ മോവാബിൽ നിന്ന് പോന്നവളാ. അമ്മാവിയമ്മ കാണിച്ചു ദൈവത്തെ വിശ്വസിച്ച്. പക്ഷെ സ്വർഗം ആർക്കും അംഗീകരിക്കുവാൻ കഴിവില്ലാതിരുന്ന രൂത്തിനെ ആ യഹൂദന്മാരുടെ തലയുയർത്തിപ്പിടിച്ച് നിർത്തത്തക്കവത്തിനായി. ഇന്ന് രാത്രി അങ്ങനെയെങ്കിലും ഒരു കാര്യമൊക്കെ, പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് യേശുവിനെ കുറിച്ച് തൻ്റെ സഹോദരന്മാർ പറഞ്ഞു. ഇന്ന് രാത്രി നമ്മളാരും പ്രസിദ്ധനാകാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ പ്രസിദ്ധനാക്കുവാൻ സ്വർഗം ആഗ്രഹിച്ചാൽ രൂത്തിനെ പോലെയാ. നിന്റെ ദൈവം എൻ്റെ ദൈവം, അവൻ നിന്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറക്കപ്പെടുമ്പോൾ ആരും അംഗീകരിക്കുമെന്നുള്ള ഉറപ്പൊന്നും രൂത്തിനില്ല. പക്ഷെ സ്വർഗം അന്ന് എഴുതി വെച്ചു, അവൾ യഹൂദയെ ചൊല്ലുമ്പോൾ അവൾക്ക് അംഗീകരിക്കപ്പെടുന്ന, സകല ജനത്തിന്റെയും ഇടയിൽ മാനിക്കപ്പെടുന്ന ഒരു പദവി കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതേ, രഹസ്യത്തിൽ കാണുന്ന കർത്താവ് നിനക്ക് പ്രതിഫലം പരസ്യമായി തരുന്നൊരു ദൈവമാണ്. വാക്കുകൾക്ക് അവിടെ വിരാമം കുറിക്കും. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. സ്തോത്രം. ക്ലോക്ക് എൻ്റെ മുമ്പിൽ പറഞ്ഞ് നിർത്തണമെന്നുള്ള സമയം എന്നെ കൊണ്ട് നിർത്തുകയാണ്. തള്ളപ്പെടുമ്പോൾ ജീവനുള്ള കല്ലായി ചേർക്കുവാൻ ദൈവത്തിന് ആഗ്രഹമാണ്. സ്തോത്രം. ജീവനുള്ള കല്ലാകുന്ന ക്രിസ്തുവിന്റെ അരികിൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക യാഗം കഴിക്കുവാൻ തക്കവണ്ണം പുരോഹിതവർഗമായി പണിയപ്പെടുന്നു. സ്തോത്രം. അടുക്കാൻ, ദൈവത്തോടടുക്കുവാൻ അനുവാദമില്ലാതിരുന്ന എനിക്കും നിങ്ങൾക്കും അടുത്തു ചെല്ലുവാൻ, നമുക്കപ്പ എന്ന് വിളിക്കാൻ അനുവാദം തന്ന ആ നല്ല കർത്താവിൻ്റെ പിന്നാലെ മടി കൂടാതെ സഞ്ചരിക്കുക. നിശ്ചയമായും അരുമനാഥൻ ശ്രേഷ്ഠതയുടെ അനുഭവം വെളിപ്പെടുത്തും. ഇഹലോകത്തിനകത്ത് ഒരുപക്ഷെ മനുഷ്യർ പറഞ്ഞു തള്ളിയതാണെങ്കിലും സ്വർഗം തള്ളാത്തൊടുത്തോളം കാലം ശ്രേഷ്ഠതയുടെ അനുഭവം വെളിപ്പെടും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒന്ന് ആ പാട്ടിൻ്റെ വരികൾ, എന്നെ കൈവിടാതിരുന്നാഥ ഇന്നൽ തുമ്പവേളയിലും. സ്തോത്രം. അവൻ നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. അവൻ ഒന്ന് ചേർന്ന് പാടി അവൻ കർത്താവിനെ ഉമ്മയാവും ഉമക്കാകയാവും സഹിപ്പേ ഉമതുബലൻ ഈന്തിടുവേ. ഒന്ന് ചേർന്ന് പാടാൻ കഴിയുമോ? ആ പാട്ടിന്റെ വരികൾ പാടി അങ്ങ് നിർത്തുവാൻ താല്പര്യപ്പെടുക. എന്നെ കൈവിടാതിരുന്നാഥ
என்னை நிந்த நேரிடினும் ചേർന്ന് പാടിയാട്ടെ. എന്നെ കൈവിടാതിരും നാഥാ, എന്നെ നിന്ദ നേരിടിനും ഉമക്കാകെ യാവും സഹിപ്പേ. ഉമതു ബലനീന്തിടുവീ, ഉമക്കാകെ യാവും സഹിപ്പേ. ഉമതു ബല തിരുപാദം വந்தേ கிருபை நிறைந்தேசுவே தாமதந்து கண்டடைந்தே தேவா சமூகத்திலே தாமதந்து கண்டடைந்தே தேவா சமூகத்திலே என்னை நோக்கி கூப்பிடும் என்று இன்னல் துன்ப நேரத்திலும் என்னை நோக்கி கூப்பிடும் இன்னல் துன்ப நேரத்திலும் கருத்தாய் விசாரித்து என்றும் கனிவோடனை நோக்கிடுமே. கருத்தாய் விசாரித்து என்றும் கனிவோடனை நோக்கிடுமே. திருபாதம் நம்பி வந்தே கிருபை நிறைந்தேசுவே தாமதந்து கண்டடைந்தே தேவா சமூகத்திலே தாமதந்து கண்டடைந்தே தேவா சமூகத்திலே உம்மை ஊக்கமாய் நோக்கி பார்த்து உண்மையாய் கேட்குமடே. உம்மை ஊக்கமாய் நோக்கி பார்த்து உண்மையாய் கேட்குமடே. தமது முகப்பிரகாசம் தினமும் என்னில் பேசிடுதே. தமது முகப்பிரகாசம் தினமும் என்னில் பேசிடுதே. திருப்பாதம் நம்பி வந்தே கண்டடைந்தே தேவா சமூகத்திலே தாமதந்து கண்டடைந்தே சமூகத்திலே தாமதந்து கண்டடைந்தே தேவா സമൂഹത്തിലെ സ്തോത്രം. അവൻ നമ്മെ കൈവിടാത്ത ദൈവം, അവന്റെ അടുക്കൽ ആശ്രയിച്ചു വന്നവരെ ആരും ഉപേക്ഷിക്കാത്തൊരു ദൈവം. ഒരുപക്ഷെ ഇരുളടഞ്ഞ മുറിയിൽ ആരും കാണാതെ ധരിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. കരച്ചിലുകൊണ്ട് കണ്ണുനീർ വാർത്ത് അവൻ വീങ്ങിപ്പോയ അനുഭവങ്ങളായിരിക്കാം.
എനിക്കാർ രക്ഷ കാണിക്കുമെന്ന് പറഞ്ഞ് വേദനയോടിരിക്കുന്ന അനുഭവമാകാം. ഇന്ന് രാത്രി അവന്റെ അരികിൽ കടന്നു വന്നവരെ ആരും വെറുതെ വിട്ടിട്ടില്ല. ആ കർത്താവ് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശ്രേഷ്ഠതയുടെ അനുഭവം, അനുഗ്രഹത്തിന്റെ അനുഭവം വെളിപ്പെടട്ടെ. എല്ലാറ്റിനേക്കാളുപരി ഇന്ന് രാത്രി ഇവിടെ വചനം സൂക്ഷിക്കുവാൻ അനുവാദം തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രിയ ഷാജി പാസ്റ്ററിനോട് നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിനേക്കാളുപരി അരുമനാഥൻ ഇതുവരെയും വരാത്തത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ഈ ഭൂമുഖത്തായി. അരുമനാഥൻ വരും, കാഹളം ധ്വനിക്കും. അന്നും ആ കാഹളം ധ്വനിച്ച് അവനോടുകൂടെ നാം എല്ലാവരും കാണാമെന്നുള്ള ക്രിസ്തീയ പ്രത്യാശ നിറഞ്ഞ ഓരോ ദിനവും ജീവിപ്പാൻ സർവശക്തൻ നിങ്ങൾക്ക് കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരിക്കൽ കൂടെ പറയുന്നു, അവനെ നോക്കി വിളിച്ചാൽ മഹത്തായത്, വിശാലമായത്, ശ്രേഷ്ഠമായത്, അമ്മൻ വലിയ കാര്യങ്ങൾ അവൻ നമ്മെ അറിയിച്ചു തരുന്നവനാ. ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ അറിയിച്ചു തരുന്ന ഒരു നല്ല കർത്താവിനെ പിൻപറ്റാൻ ഇനിയും കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.